ഏദോം ചെയ്തതായ അടുത്ത പാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഏദോമ്യ പാപം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ വായ്കൊണ്ട് എൻ്റെ നേരെ വമ്പ് പറഞ്ഞ് എനിക്ക് വിരോധമായി നിങ്ങളുടെ വാക്കുകളെ പെരുക്കി ദൈവജനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഏദോമ്യരുടെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന അടുത്ത പാപം എന്ന് പറയുന്നത് വാക്കുകളെ പെരുക്കിക്കൊണ്ട് ദൈവത്തിന് വിരുദ്ധമായിട്ട് പാപം ചെയ്യുകയായിരുന്നു. അതാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: വാക്കു പെരുക്കിക്കൊണ്ട് ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്ത ഒരു ജനതയായിരുന്നു ഏദോമ്യർ. ദൈവത്തിന് എതിരെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് വിരുദ്ധമായി തങ്ങളുടെ വാക്കുകളെ പെരുക്കി അത് ദൈവത്തിനെതിരായുള്ള പാപമായി, ആ പാപത്തെ ദൈവം ശിക്ഷിക്കുന്നതായിട്ടാണ് ഏദോമ്യ പാപത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വാക്കുകളെ പെരുക്കുക, മൾട്ടിപ്പിൾ വേർഡ്സ്, അതായത് ഒന്നിലധികം അർത്ഥമുള്ള വാക്കുകളെയാണ് മൾട്ടിപ്പിൾ വേർഡ്സ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തിനു വിരുദ്ധമായി പിറുപിറുത്ത അല്ലെങ്കിൽ ദൈവജനത്തിനെതിരെയായി സംസാരിച്ച ഏദോമ്യ പാപം എന്ന് പറയുന്നത് വാക്കുകളെ പെരുക്കുകയായിരുന്നു. അവരവരുടെ വാക്കുകൊണ്ട് ദൈവത്തിന് എതിരായി പാപം ചെയ്യുവാനും അവരവരുടെ വാക്കുകൾ പെരുക്കിയതിലൂടെ ഒരുപക്ഷെ ദ്വയാർത്ഥ പ്രയോഗമെന്ന് മലയാളത്തിൽ പറയത്തക്ക നിലയിൽ ആണ് ഇവരുടെ പാപത്തെ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാനവും നമുക്കിത് കാണുവാനായിട്ട് കഴിയും. അവൻ വായാളികളുടെ അധരങ്ങളാൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുന്നു എന്ന് ഇസ്രയേലിനെ പറ്റി പറയുന്നു. അതായത് ശത്രു ഇസ്രയേലിനെതിരെ തൻ്റെ നാവിനെ ഉപയോഗിച്ചപ്പോൾ അവരുടെ വാക്കുകളുടെ മുമ്പിൽ പതറിപ്പോയതായ ഒരു ഇസ്രയേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവ ജനത്തിനെതിരെ സംസാരിച്ചതായ സംസാരങ്ങൾ ജനത്തിൻ്റെ കാതുകളിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ അത് അവരിൽ അധൈര്യം ഉളവാക്കുവാനും അവരുടെ മനസ്സിൽ ഭീതിക്ക് ഇട നൽകുവാനുമായിട്ട് ഇടയായിത്തീർന്നു. ദൈവജനമേ, നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുന്നതും കൃപയോടുകൂടിയതുമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം മനുഷ്യൻ്റെ വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ആത്മീക ജീവിതത്തിന് തടങ്കൽ പാറയായൊക്കെ മാറുവാനിടയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അവനെ യേശുവിനെ വാക്കുകൾ കൊണ്ട് വാക്കിൽ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. തന്നെയുമല്ല, സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 36-37 വാക്യങ്ങൾ, ആ വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ
മനുഷ്യൻ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉരുവാകുന്നതായ വാക്കുകൾ, അഥവാ നമ്മൾ ഉപയോഗിക്കുന്നതായ പദങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്നതായ ഭാഷാ പ്രയോഗങ്ങൾ, സംസാര രീതികളൊക്കെ തന്നെ മറ്റുള്ളവരുടെ ആത്മീക ജീവിതത്തെ കെടുത്തിക്കളയുന്നതിനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവരുന്നതിനും ഇടയാകരുത്. ഇവിടെ ഏദോമ്യ പാപം എന്ന് പറയുന്നത് അവർ വാക്കുകളെ പെരുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇസ്രായേലിനോട് പറയുന്നു, നീ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഇസ്രായേലിനെ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഇതാണ്, ഇസ്രായേലിൻ്റെ ബലഹീനതകളിൽ ഒന്നായിരുന്നു മറ്റുള്ളവരുടെ വാക്കുകളുടെ മുമ്പിൽ പതറിപ്പോകുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ളതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടേതായ വാക്കുകളുടെ മുമ്പിൽ പതറിപ്പോകുന്നതായി, മറ്റുള്ളവരുടെ മുറിപ്പെടുത്തുന്ന വാക്കുകളുടെ മുമ്പിൽ ക്ഷീണിച്ചു പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം. അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. യോബിന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ബാഹുല്യത്തിന് ഉത്തരം പറയണമോ, വിടുവായ നീതിമാനായിരിക്കുന്നത് എങ്ങനെ എന്നാണ് അവിടെ ചോദിക്കുന്നത്. പലപ്പോഴും ഓവർ ടോക്കിംഗ് ദൈവത്തിന് വിരുദ്ധമായി പാപം ക്ഷണിച്ചു വരുത്തുന്നതിന് ഇടയാകുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരത്തെ അത് വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ നമ്മുടെ വാക്കുകളെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുന്നതും കൃപയോടി കൂടിയതുമായ വാക്കുകളെയാണ് നാം ഉച്ചരിക്കേണ്ടത്. നമ്മുടെ സംഭാഷണ ശൈലി, നമ്മുടെ ജീവിത രീതി ഒക്കെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ പദങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യരുത്, വാക്കുകളെ പെരുക്കി നമ്മൾ പാപം ചെയ്യുവാനായിട്ട് ഇടയാകരുത്. സദൃശവാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ തൻ്റെ നാവിനെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ നാവിനെ സൂക്ഷിക്കാതെ സംസാരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ശത്രുവിൻ്റെ പിടിയിൽ അകപ്പെടുവാനായിട്ട് ഇടയുണ്ട്. 39-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും പറഞ്ഞു. നമ്മുടെ വാക്കുകളെ നാം സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇല്ല എങ്കിൽ ആ വാക്കിൽ കൂടെ നമ്മൾ പാപം ചെയ്യുവാനായിട്ട് ഇടയുണ്ട്. ഇവിടെ ഏതോം വാക്കുകളിൽ കൂടെ ചെയ്തതായ പാപം എന്ന് പറയുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വായ് കൊണ്ട് എൻ്റെ നേരെ വമ്പ് പറഞ്ഞ് എനിക്ക് വിരോധമായിട്ട് നിങ്ങളുടെ വാക്കുകളെ പെരുക്കി. നോക്കണമേ, നിങ്ങൾ നാവ് കൊണ്ട് എനിക്ക് വിരോധമായി, ദൈവത്തിന് വിരോധമായിട്ട് വമ്പു പറയുക. ഇംഗ്ലീഷിൽ ബൂസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വമ്പു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഒരു വാക്കുകളുടെ പെരുക്കം, അതായത് വീമ്പിളക്കുക, ആത്മപ്രശംസ നടത്തി
ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നാം നമ്മുടെ ആത്മീക ജീവിതത്തെ പറ്റി വമ്പു പറയുന്നവരാകരുത്. നമ്മുടെ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് നാം വീമ്പിളക്കുന്നവരാകരുത്. പലരുടെയും ജീവിതത്തിൽ പറ്റുന്ന ഒരു വലിയ പാപമാണ് എന്ത് പറയുക? വീമ്പിളക്കുക, വമ്പു പറയുക, പൊങ്ങച്ചം പറയുക. തങ്ങളുടെ ശുശ്രൂഷകളെ പറ്റി ചിലർ പൊങ്ങച്ചം പറയും. തങ്ങൾക്ക് ദൈവം ചെയ്ത കാര്യങ്ങളെപ്പറ്റി അവർ വീമ്പിളക്കുവാനായിട്ടിടയുണ്ട്. ഭൗതിക നേട്ടങ്ങളിൽ ചിലർ വീമ്പിളക്കുന്നവരാണ്. എന്നാൽ ഏദോമ്യ പാപം എന്താണെന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒന്നിലും പ്രശംസിക്കുവാനായിട്ട് ഇടവരികയില്ല. കാരണം നമ്മുടെ വാക്കുകൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ്റെ വാക്കുകളെ അവൻ വളരെ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കണം. ഒരിക്കലും ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ വീമ്പു പറയുന്ന, വമ്പു പറയുന്ന, ആത്മപ്രശംസ നടത്തുന്നതായ വാക്കുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകരുത്. അങ്ങനെ ഒരു വ്യക്തി ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവൻ ദൈവത്തിന് വിരുദ്ധമായിട്ട് പാപം ചെയ്യുകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യാക്കോബിന്റെ ലേഖനം നാം പഠിക്കുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. നാം ഭാവിയെക്കുറിച്ച് വീമ്പിളക്കരുതെന്ന് യാക്കോബ് പറയുന്നു. നാളെ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഇന്നത് ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയരുത്. നീ വീമ്പ് പറയരുത് എന്ന് ദൈവത്തിൻ്റെ ദാസൻ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം നാം ശ്രദ്ധയോടുകൂടെ പഠിക്കുമ്പോൾ സുവിശേഷം അറിയിക്കുന്നവർ വീമ്പിളക്കരുത്, വമ്പു പറയരുത്, ആത്മപ്രശംസ നടത്തുന്നവർ ആകരുത്. റോമാലേഖനം 3-ാം അധ്യായം 27-ാം വാക്യത്തിലും 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളിലും 1 കൊരിന്ത്യരുടെ പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ, എഫെസ്യ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഈ തിരുവചന ഭാഗങ്ങളൊക്കെ എടുത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രക്ഷയിലോ ദൈവവിളിയിലോ ദൈവിക തെരഞ്ഞെടുപ്പിലോ ഒന്നും ആർക്കും പ്രശംസിപ്പാൻ വകയില്ല. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ നാം എടുത്തു ചിന്തിക്കുമ്പോൾ അവൻ്റെ രക്ഷയിലോ അവൻ്റെ ദൈവിക തെരഞ്ഞെടുപ്പിലോ വിളിയിലോ ശുശ്രൂഷകളിലോ ഒന്നും ഒരു ആത്മപ്രശംസ ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല. പ്രിയമുള്ള ദൈവജനമേ, നാം ആയിരിക്കുന്നത് ദൈവകൃപയിലാണ്. നാം നമ്മുടെ സ്വന്തം ബലത്താലോ നാം നമ്മുടെ സ്വന്തം കഴിവിനാലോ ഒന്നും നേടിയിട്ടില്ല. നാം എന്ത് ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി ചെയ്യുന്നുവോ അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ലഭിച്ച രക്ഷ, നമ്മുടെ ദൈവിക വിളി, നമ്മുടെ ദൈവിക തെരഞ്ഞെടുപ്പ്, ഇതിലൊന്നും ഒരു വ്യക്തി പ്രശംസിക്കരുത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവവചനം അതാണ് പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം, 3, 6, 7 തിരുവചന ഭാഗങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ നമുക്ക് പ്രശംസിപ്പാനായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അഥവാ നമ്മൾ പ്രശംസിക്കുകയാണെങ്കിൽ നമ്മുടെ രക്ഷയിലോ ദൈവം നമ്മുടെയിലൂടെ ചെയ്തെടുത്ത ശുശ്രൂഷകളിലോ ദൈവത്തിൻ്റെ ദാനങ്ങളിലോ നമ്മുടെ ഭൗതിക നേട്ടങ്ങളിലോ നാം പ്രശംസിക്കുകയാണെങ്കിൽ, അങ്ങനെ പ്രശംസിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന പാപമാണ് ദൈവസന്നിധിയിൽ വാക്കുകളെ പെരുക്കുക, ദൈവസന്നിധിയിൽ വീമ്പിളക്കുക, ദൈവസന്നിധിയിൽ ആത്മപ്രശംസ നടത്തുക. ഈ ഒരു പാപം ദൈവം വെറുക്കുന്ന പാപമാണ്. ഈ ഒരു പാപത്തെയാണ് ഏദോമ്യ പാപമായ ഈ വാക്കുകളെ പെരുക്കുന്ന, മൾട്ടിപ്പിൾ വേർഡ്സ് ആയിരിക്കുന്ന, ദ്വയാർത്ഥ പ്രയോഗത്തിൽ സംസാരിക്കുന്നത്, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത്,
പൗലോസ് പറയുന്ന പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഈ വകയൊന്നും ദൈവജനത്തിന്റെ ഇടയിൽ പേർ പറയുക പോലും അരുത് എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം ദൈവവചന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വാക്കുകൾ ദൈവസന്നിധിയിൽ ചുരുക്കമായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നാം അനാവശ്യമായ ആത്മപ്രശംസ നടത്തുവാനോ വീമ്പിളക്കുവാനോ വമ്പ് പറയുവാനോ പൊങ്ങച്ചം കാട്ടുവാനോ നാം അനുവദിച്ചുകൂടാ. പിന്നെയോ നാം ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഉപയോഗിക്കുന്നുവെങ്കിൽ ദൈവകരങ്ങളിൽ താണിരിക്കുകയാണ് വേണ്ടത്. കാരണം ഇതിനെല്ലാം കാരണഭൂതൻ ഒരുവൻ, അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. സകല മാനവും മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തുകൊണ്ട് ഭക്തിയോടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.